ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കലിപ്പനും ഉണ്ടക്കണ്ണിയും ഭാഗം 38, രചന ഫൗസിയ നൗഷാദ്. വേദനിക്കുന്നുണ്ടോ? അവന്റെ ശബ്ദം വല്ലാതെ താഴ്ന്നു പോയിരുന്നു. ജീവ മിഴിയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ ആകുലത നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ കാലിലെ പൊള്ളലിന്റെ വേദനയേക്കാൾ മിഴിയുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞത് ജീവയുടെ സ്നേഹത്തിന്റെ വ്യാപ്തിയായിരുന്നു. മിഴിയുടെ കണ്ണുകളിൽ നിന്ന് അപ്പോഴും നേർത്ത കണ്ണീർ തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ജീവന്റെ കൈവിരലുകൾ ക്രീം തേക്കുമ്പോൾ തടവിയ സ്ഥലങ്ങളിൽ ആശ്വാസത്തിന്റെ തണുപ്പ് പടരുന്നുവെങ്കിലും അവന്റെ മുഖത്തെ സങ്കടവും കണ്ട് അവളുടെ മനസ്സ് പിടഞ്ഞു. ഇപ്പോ ഇപ്പോ വലിയ വേദനയില്ല ജീവേട്ടാ, അവള് പതുക്കെ മന്ത്രിച്ചു. മിണ്ടാതിരിക്ക് നീ. ജീവൻ കോട്ടൺ എടുത്ത് മാറ്റിവെച്ച് ബാൻഡേജ് റോൾ എടുക്കുന്നതിനിടയിൽ പതുക്കെ ഗൗരവത്തിൽ പറഞ്ഞു. ഇത്രയും തിളച്ച വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മിഴി. ഞാൻ അടുക്കളയിലല്ലേ ഉണ്ടായിരുന്നത്. എന്നെ വിളിക്കാമായിരുന്നില്ലേ? എന്തെങ്കിലും പറ്റിയ എനിക്ക്? അവൻ വാചകം പൂർത്തിയാക്കാതെ നിർത്തി. അവന്റെ വിരലുകൾ വീണ്ടും വിറച്ചു. മിഴി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അധ്യാപകന്റെയും ഡോക്ടറുടെയും ഗൗരവങ്ങൾക്കെല്ലാം അപ്പുറം തനിക്കായി നെഞ്ചുപിടയുന്ന തന്റെ ജീവേട്ടനെയാണ് അവൾ അവിടെ കണ്ടത്. ജീവേട്ട നോക്ക്. അവൾ പതുക്കെ അവന്റെ കൈത്തണ്ടയിൽ തൊട്ടു. ആ സ്പർശനത്തിൽ ജീവൻ പതുക്കെ തലയുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, വെറുതെ കരഞ്ഞതാ. ജീവയുടെ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ജീവ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്ത് ആ ബാൻഡേജ് അവൾ അറിയാതെ മൃദുവായി അവളുടെ കാലിൽ ചുറ്റിക്കൊടുത്തു. വീണ്ടും വീട്ടിൽ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാക്കാനാണോ നിന്റെ ഭാവം? ഇളയച്ചന് ചെറിയൊരു പുരോഗതി വന്ന സന്തോഷത്തിൽ ഇരിക്കുമ്പോ തന്നെ വേണമായിരുന്നു ഇങ്ങനെ ഒരു അബദ്ധം പറ്റാൻ. അവൻ ദേഷ്യം നടിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദത്തിലെ ആർദ്രത മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. മോളെ മിഴി, എന്താ അവിടെ ഒരു ശബ്ദം? ജീവ, എന്താ പറ്റിയേ? തളർന്നു കിടക്കുന്ന അച്ഛൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുമ്പോൾ ആ ശബ്ദത്തിൽ വലിയൊരു ഭയവും പരിഭ്രാന്തിയും നിറഞ്ഞു നിന്നിരുന്നു. തനിക്ക് എഴുന്നേറ്റ് വരാൻ കഴിയില്ലല്ലോ എന്ന ആദ്യ ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ഒന്നുമില്ല ഇളയച്ച, ചെറിയൊരു അബദ്ധം പറ്റിയതാ, ഞാൻ നോക്കിക്കോളാം, ഇളയച്ചൻ പേടിക്കേണ്ട. ജീവൻ ശബ്ദമുയർത്തി അച്ഛന് മറുപടി നൽകി. അതിനുശേഷം ആ മിഴിയുടെ പൊള്ളിയ ഭാഗത്ത് ക്രീമും ബാൻഡേജും കൃത്യമായി ചുറ്റി കഴിഞ്ഞിരുന്നു. നീ ഇവിടെ കിടന്നോ, ഒരടി എഴുന്നേൽക്കരുത്. ജീവൻ ഗൗരവത്തോടെ പറഞ്ഞെഴുന്നേറ്റു. അവൻ പതുക്കെ അച്ഛന്റെ മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ കിടന്ന് നെഞ്ചു പിടയ്ക്കുന്ന അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് ജീവൻ അച്ഛന്റെ കട്ടിലിനടിയിൽ ഇരുന്നു. ഇളയച്ചൻ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. വെള്ളം പകർന്നെടുക്കുമ്പോൾ അല്പ കാലിലേക്ക് തെറിച്ചതാ. ഞാൻ മരുന്നൊക്കെ പുരട്ടി ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. കുറച്ചു ദിവസം വിശ്രമിച്ചാൽ മാറും. അയ്യോ, എന്റെ മോക്ക് ഒരുപാട് പൊള്ളിയോ ജീവ? എനിക്കാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് വരാൻ പോലും പറ്റുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇളയച്ചൻ സങ്കടപ്പെടരുത്, ഞാൻ അടുക്കളയിൽ ഉണ്ടാകും. രാത്രിയിലെ ആഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. അവളോട് ഞാനൊന്ന് കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ജീവൻ അച്ഛന്റെ കൈകളിൽ പിടിച്ച് ആശ്വസിപ്പിച്ചു. ജീവയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛന്റെ മനസ്സിലെ ആദ്യ അല്പം ശമിച്ചു. അച്ഛന്റെ മനസ്സ് ശാന്തമായെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജീവൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും മുറ്റത്ത് ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഉണ്ണിയാണ്. പതിവ് പോലെ എന്തോ പാട്ടും മൂളി വലിയൊരു കവറും കയ്യിൽ പിടിച്ച് ഉമ്മറത്തേക്ക് കയറി വന്ന ഉണ്ണി നേരെ പോയത് മിഴിയുടെ മുറിയിലേക്കാണ്. കട്ടിലിൽ ചുമരിനോട് ചാരിയിരിക്കുന്ന മിഴിയെയും അവളുടെ കാലിൽ ചുറ്റിയിരിക്കുന്ന വെള്ള ബാൻഡേജും കണ്ടതും ഉണ്ണിയുടെ മുഖത്തെ ആ ചിരി പെട്ടെന്ന് മാഞ്ഞു. കയ്യിലിരുന്ന കവർ അവിടെയുള്ള മേശപ്പുറത്തേക്ക് വെച്ചവൻ വേഗം കട്ടിലിനടുത്തേക്ക് വന്നു. എടി വായാടി, ഇതെന്തു പറ്റി നിനക്ക്? കഫയിൽ നിന്ന് പോരുമ്പോ നിനക്ക് രണ്ടു കാലം നല്ല ഒന്നാം തരം പോലെ ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ വീട്ടിൽ വന്ന് കയറിയപ്പോഴേക്കും എന്ത് പണിയാടി നീ ഒപ്പിച്ചു വെച്ചത്? ഉണ്ണിയുടെ ശബ്ദത്തിൽ ദേഷ്യവും പരിഭ്രമവും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. അവന്റെ കണ്ണുകൾ ആ ബാൻഡേജിൽ തന്നെ ഉടക്കി നിന്നു. അതൊന്നുമില്ല ഉണ്ണിയേട്ടാ. അടുക്കളയിൽ അച്ഛന് കുടിക്കാൻ ചൂടുവെള്ളം എടുത്തപ്പോ കയ്യിൽ നിന്ന് പാത്രം വഴുതിപ്പോയി. കുറച്ച് വെള്ളം കാലിലേക്ക് തെറിച്ചു, അത്രേ ഉള്ളൂ. മിഴി അവനെ നോക്കി ഒരു ചെറിയ ചിരി വരുത്തി തീർക്കാൻ ശ്രമിച്ചു. കുറച്ച് വെള്ളം തെറിച്ചതിൽ ഇത്രയും വലിയ ബാൻഡേജ് ഇടാൻ നീ എന്താ മമ്മിയാണോ? നിന്നെ ഒരു നിമിഷം ഒറ്റയ്ക്ക് വിടാൻ കൊള്ളില്ലല്ലോ. ഉണ്ണി സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും അവളുടെ നെറ്റിയിൽ ചെറുതായി ഒന്ന് കൊട്ടി. എന്നിട്ട് നമ്മുടെ കലിപ്പൻ ഡോക്ടർ സാർ എവിടെ? നിന്നെ വിചാരണ ചെയ്തില്ലേ? അവൻ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളെ വിചാരണ ചെയ്യാൻ മാറ്റിവെക്കാൻ എനിക്കിപ്പോ സമയമില്ല ഉണ്ണി. നിങ്ങൾക്ക് രാത്രി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നിൽ നിന്നുള്ള ജീവന്റെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് ഉണ്ണി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഷർട്ടിന്റെ സ്ലീവ് ഒന്നുകൂടി മുകളിലേക്ക് കയറ്റി വെച്ച് ഗൗരവത്തിൽ നിൽക്കുന്ന ജീവനെ കണ്ടതും ഉണ്ണി ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അപ്പോ ഇന്ന് അടുക്കള ഭരണം ജീവയുടെ ഏറ്റെടുത്തോ? കൊള്ളാലോ. എന്തായാലും ഇവക്ക് പൊള്ളിയത് നന്നായി. കുറച്ചു ദിവസം നമ്മുടെ ജീവയുടെ കൈപ്പുണ്യം അറിയാമല്ലോ. ഉണ്ണി വീണ്ടും പഴയ ഫോമിലേക്ക് വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, തമാശ നിർത്തിയിട്ട് പോയി ഫ്രഷ് ആയിട്ട് വാ. ഇവക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ കൂടെ നിന്നോണം. ഒരടി എഴുന്നേക്കാൻ പാടില്ല. ജീവ ഉണ്ണിയെ ഒന്നുകൂടി ഗൗരവത്തിൽ ചട്ടം കെട്ടിയ ശേഷം അടുക്കളയിലേക്ക് നടന്നു. ജീവ പോയതും ഉണ്ണി മിഴിയെ നോക്കി കണ്ണടച്ച് കാണിച്ച്, കണ്ടില്ലേ, നമ്മുടെ കലിപ്പൻ സാറിന്റെ കലിപ്പൊക്കെ നിന്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ. ആള് ശരിക്കും പാവമാട്ടോ എന്ന് പതുക്കെ മന്ത്രിച്ചു. അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ എടുത്തു വെക്കുന്ന ശബ്ദവും ഉണ്ണിയുടെ കുസൃതി നിറഞ്ഞ സംസാരവും കേട്ട് കട്ടിയിൽ ഇരിക്കുമ്പോൾ മിഴിയുടെ ഉള്ളിൽ വല്ലാത്തൊരു സമാധാനം പടർന്നു. അതിലേറെ മിഴിയെ ഞെട്ടിച്ചത് ജീവേട്ടനും ഉണ്ണിയേട്ടനും തമ്മിലുള്ള അടുപ്പമാണ്. കുറച്ചു ദിവസങ്ങൾ കൊണ്ടാണ് അവർ അടുത്ത സുഹൃത്തുക്കളായത്.
സത്യത്തിൽ മിഴിയുടെ മനസ്സിലും അത്ഭുതമായിരുന്നു. മുൻപൊക്കെ അപരിചിതരെ പോലെ അകന്നു നിന്നിരുന്ന ജീവേട്ടനും ഉണ്ണിയേട്ടനും ഇന്ന് തനിക്കും അച്ഛനും തണലായ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കാണുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. കോളേജിലെ ഗൗരവക്കാരനായ പ്രൊഫസർ ജീവൻ സാറും നാട്ടിലെ തല്ലുകൊള്ളി ഉണ്ണിയും തമ്മിൽ ഇത്ര വേഗം ഒരു ആത്മബന്ധം രൂപപ്പെടുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അടുക്കളയിൽ നിന്ന് സാമ്പാർ താളിക്കുന്ന നല്ല കൊതിപ്പിക്കുന്ന മണം മുറിയിലേക്ക് പടർന്നു തുടങ്ങി. ഉണ്ണിയേട്ട, മിഴി ശബ്ദം താഴ്ത്തി വിളിച്ചു. എന്താടി വായാടി? മേശപ്പുറത്തിരുന്ന കവറിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് കഴുകാനായി കയ്യിലെടുത്തുകൊണ്ട് ഉണ്ണി ചോദിച്ചു. ജീവേട്ടനും ഉണ്ണിയേട്ടനും തമ്മിൽ ഇപ്പൊ ഭയങ്കര കൂട്ടായല്ലോ. ഞാൻ പോലും അറിയാതെ നിങ്ങൾ എന്ന് മുതലാ ഇത്ര വലിയ ഫ്രണ്ട്സ് ആയത്. ഉണ്ണി ആപ്പിളും കടിച്ചുകൊണ്ടൊരു കസേര വലിച്ചിട്ട് അവളുടെ കട്ടിലിനടുത്തിരുന്നു. അവന്റെ മുഖത്തൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അത് പിന്നെ നിന്റെ ഈ കോലം കണ്ട് പേടിച്ച് തളർന്നു പോയ രണ്ടുപേര് പരസ്പരം കണ്ടുമുട്ടുമ്പോ അറിയാതെ അടുത്തു പോകുന്നതാടി, ഉണ്ണി ശാന്തനായി പറഞ്ഞു. അമ്മ പോയ അന്ന് രാത്രി തറവാട്ടിലെ പൂമുഖത്ത് നീ കണ്ണീരടക്കാൻ പാടുപെടുമ്പോ നെഞ്ചുപൊട്ടി നിന്ന രണ്ടുപേരാ ഞാനും ജീവയും. നിന്നെ അച്ഛനെയും കരകയറ്റണമെന്ന ഒരൊറ്റ ചിന്തയാ ഞങ്ങളെ അടുപ്പിച്ചത്. ഉണ്ണി തമാശ മാറ്റിവെച്ച് വളരെ ആർദ്രതയോടെയാണ് അത് പറഞ്ഞത്. ജീവ പുറമേക്ക് കടുപ്പമാകുന്നേ ഉള്ളൂ മിഴി. പക്ഷെ കഫയിൽ നിന്ന് നീ ഇറങ്ങിയപ്പോ മുതൽ അച്ഛനെ നോക്കാൻ ഓടിയെത്തിയത മനുഷ്യനാ. നിന്നെക്കുറിച്ചുള്ള ആശങ്ക അവന്റെ കണ്ണുകളിൽ ഞാൻ കാണാറുണ്ട്. ഒരുപക്ഷെ നിന്നേക്കാൾ കൂടുതൽ. ഉണ്ണി വാചകം പൂർത്തിയാക്കാതെ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മിഴിയുടെ ഹൃദയം ഒരു നിമിഷം വേഗത്തിൽ മിടിച്ചു. ഉണ്ണിയുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ വലിയൊരു ചലനമുണ്ടാക്കി. അപ്പോഴേക്ക് അടുക്കളയിൽ നിന്ന് ജീവ പ്ലേറ്റുകളുമായി മുറിയിലേക്ക് കടന്നു വന്നു. എന്താ ഇവിടെ രണ്ടുപേരും കൂടി രഹസ്യം പറയുന്നേ? ജീവൻ ഗൗരവം നടിച്ചു ചോദിച്ചു. ഒന്നുമില്ല ഡോക്ടർ സാർ. ജീവ സാറിന്റെ കൈപുണ്യം പുകഴ്ത്തുകയായിരുന്നു. ഉണ്ണി വേഗം എഴുന്നേറ്റ് ജീവന്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങി. ജീവമിഴിയുടെ അരികിലേക്ക് വന്ന് ആവി പറക്കുന്ന ചൂടുകഞ്ഞിയും ചെറിയൊരു പാത്രത്തിൽ പയർ മെഴുക്ക് പുരട്ടിയും മേശപ്പുറത്ത് വെച്ചു. കഴിക്കാൻ എഴുന്നേറ്റിരിക്കും മിഴി, വേഗം കഴിച്ചു മരുന്ന് കഴിക്കണം. അവൻ സ്പൂൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവന്റെ വിരലുകൾ വീണ്ടും അവളുടെ വിരലുകളിൽ തട്ടപ്പോ മിഴി മെല്ലെ തലയുയർത്തി ജീവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കടുങ്കാപ്പി മിഴികളിൽ ഇപ്പോഴും മായാത്തൊരു കരുതലിന്റെ കടലുണ്ടായിരുന്നു. ജീവേട്ട, അവൾ പതുക്കെ വിളിച്ചു. അവൻ ഗൗരവത്തിൽ മൂളി. താങ്ക് യു. ജീവന്റെ ചുണ്ടിൽ വളരെ അപൂർവമായി മാത്രം വരാറുള്ള ആ മനോഹരമായ പുഞ്ചിരി പതുക്കെ വിരിഞ്ഞു. അതൊന്നും വേണ്ട, വേഗം കഴിച്ചു കിടക്കാൻ നോക്ക്. അവരവളുടെ തലയിൽ പതുക്കെ തട്ടി. രാത്രി ഉണ്ണി വീടിന്റെ മുറ്റത്തെ പടിയിൽ മാനത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. വെള്ളി നക്ഷത്രങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുമ്പോൾ ഉണ്ണിയുടെ ഉള്ളിൽ പലവിധ ചിന്തകൾ കാറ്റുപോലെ വന്നെത്തി. താൻ ചങ്കു പറിച്ചു തരാൻ മടിക്കാത്ത തന്റെ സ്വന്തം മിഴിക്കുട്ടി, എന്നും തോളുരുമി നടന്ന കൂട്ടുകാരി. പക്ഷെ ഇന്നവളുടെ കണ്ണുകളിൽ തെളിയുന്നത് താൻ ഇതുവരെ കാണാത്തൊരു പുതിയ ഭാവമാണ്. അമ്മയുടെ മരണവും അച്ഛന്റെ തകർച്ചയും തകർത്തു കളഞ്ഞ അവളുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ വന്നു കയറിയതാണ് ജീവ. ഒരു ഡോക്ടറുടെ കരുതലും അധ്യാപകന്റെ ഗൗരവവും അതിനേക്കാളേറെ അവളെ തണല് പോലെ അവളെ പൊതിഞ്ഞു പിടിക്കുന്നത് ഉണ്ണി നേരിട്ട് കണ്ടതാണ്. കട്ടിലിനരികിൽ വെച്ച് മിഴിയുടെ കാലിലെ പൊള്ളൽ കണ്ട് ജീവന്റെ കൈകൾ വിറച്ചതും കടുങ്കാപ്പി മിഴികളിൽ ആകപ്പാടെ പരിഭ്രാന്തി നിറഞ്ഞു തുളുമ്പിയതും ഉണ്ണിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഒരു പ്രൊഫസർക്കോ ഡോക്ടർക്കോ മാത്രം ഉണ്ടാകുന്ന കരുതൽ മാത്രമാണോ അത്? അല്ല, ഉണ്ണി തന്നെത്താനെ മന്ത്രിച്ചു. അതിനും അപ്പുറം തനിക്ക് പോലും തൊട്ടറിയാൻ കഴിയാത്തത്ര ആഴമുള്ള ഏതോ ഒരു വികാരം ജീവന്റെ ഉള്ളിൽ മിഴിയോടുണ്ട്. പുറമേക്ക് കലിപ്പും ഗൗരവവും കാട്ടുമ്പോഴും അവളുടെ ഒരു ചെറിയ സങ്കടത്തിന് മുന്നിൽ ആ മനുഷ്യൻ പൂർണ്ണമായും അലിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മിഴിയും. പണ്ടൊക്കെ ഒന്നിനും കൂട്ടാക്കാതെ വായാടിത്തം പറഞ്ഞ് നടന്നിരുന്നവൾ ജീവന്റെ മുന്നിലെത്തുമ്പോൾ ശാന്തയാകുന്നു. അവൻ വഴക്ക് പറയുമ്പോഴും ആ കണ്ണുകളിൽ നോക്കി അവൾ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. ഇവർക്കിടയിൽ അറിയാതെ ഉരുത്തിരിയുന്ന ഈ ബന്ധത്തെ എന്താണ് വിളിക്കേണ്ടത്? സ്നേഹമെന്നോ പ്രണയമെന്നോ അതോ അതിനേക്കാളൊക്കെ വിശുദ്ധമായ മറ്റെന്തെങ്കിലുമോ? ആലോചിച്ചിരിക്കുമ്പോൾ ജീവൻ മിഴിയുടെ വീട്ടിൽ നിന്ന് കൈയെടുത്തു കാണിച്ചു. ഉണ്ണി, ഞാൻ പോവാ, നാളെ വരാം. ജീവ കൈവീശി കാണിച്ച് കാർ സ്റ്റാർട്ടാക്കി ദൂരേക്ക് നീങ്ങുമ്പോൾ ഉണ്ണി വേദനയോടെ നോക്കി നിന്നു. ജീവനായി കണ്ട പലതും കൈവിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണോ? തുടരും. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതേ. കഥ ബോറാവുന്നുണ്ടോ? കഥ ഇങ്ങനെ തുടരണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും ഒന്ന് രേഖപ്പെടുത്തിയേക്കാൻ മറക്കരുതേ. നന്ദി.